നമസ്കാരം. നമ്മുടെ പൂർവികന്മാരുടെ ഒരു ചൊല്ലുണ്ട്. ഒരു മനുഷ്യനും ഒരു തെറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ അവനത് ചെയ്യുമ്പോൾ ആ തെറ്റ് ശരിയാണെന്ന് സമർത്ഥിച്ച് അവൻ്റേതായ ഒരു ശരി അതിനകത്തുണ്ടായിരിക്കും. അങ്ങനെ ശരിയായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവൻ ആ തെറ്റ് ചെയ്യുകയുള്ളൂ. മഹാഭാരതത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ദുര്യോധനാദികൾ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. ശകുനിയാണെങ്കിലും ധൃതരാഷ്ട്രാണെങ്കിലും എല്ലാവർക്കും ഇത് തന്നെയാണ് ഗതി. അതുപോലെ തന്നെ പാണ്ഡവരും ഗുരുവിനെ അവർ പഠിച്ച നിയമം അനുസരിച്ച് ഗുരുവിനെ ഹത്യ ചെയ്യുന്നത് തെറ്റാണ്. എന്നാൽ ആ തെറ്റിനെ ഒരു ന്യായീകരണം കൊണ്ട് തിരുത്തുകയാണ് ശ്രീകൃഷ്ണൻ അവിടെ ചെയ്തത്. ഇതുപോലെ മഹാഭാരതത്തിലെ ഓരോ പ്രവൃത്തികൾക്കും ധർമ്മത്തിൻ്റെതായ ഒരു നീതിയുണ്ട്. ആ ധാർമ്മിക നീതിയാണ് ഇവിടെ ഗോപാലകൃഷ്ണൻ സാറ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ വിശദീകരിച്ചു തരുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഭാരതത്തിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ആ ഭഗവത്ഗീത എന്ന് പറയുന്ന ഉപദേശം നൽകുന്നതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരാ നൽകുന്നത്? ഇവിടെ സാറാമ്മ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ എഴുതിയിട്ടുണ്ട്, ഒരു കഥ എഴുതി. ഭഗവത്ഗീതയുടെ അടുക്കളയില് ദളിതരുടെ മാംസം വേവിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണോ ഇവർക്ക് ഈ വാക്ക് കിട്ടിയത്? ഏതായാലും അതിനൊരിക്കലും ഒരു ഉത്തരം കൊടുക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? ഏതായാലും കുരുക്ഷേത്ര യുദ്ധത്തില് OBC ആയ ശ്രീകൃഷ്ണൻ ക്ഷത്രിയനായ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ജാതിയും മതവും ഇല്ലാതെ എല്ലാ നന്മകളെയും അതിജീവിച്ചു എന്ന പേരോട് കൂടിയുള്ള സഞ്ജയന് മുക്കുവ വംശത്തിൽ ജനിച്ച വേദവ്യാസൻ കൊടുത്ത TV ആന്റിന പ്രകാരം നോക്കിയിട്ട് ആ ആന്റിനയിലൂടെ നോക്കിയത് കണ്ണ് കാണാത്ത ക്ഷത്രിയനായ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തത് മുക്കുവനായ വേദവ്യാസൻ ഗണപതി എന്ന ഈശ്വരനെ കൊണ്ട് എഴുതിക്കുന്നതിനിടയ്ക്ക് ഒരൊറ്റ ബ്രാഹ്മണൻ വന്നിട്ടില്ല. എവിടെയെങ്കിലും ഒരു ബ്രാഹ്മണനുണ്ടോ? ഒരു സ്ഥലത്തും ബ്രാഹ്മണനില്ല. പിന്നെ എന്തിനാ ഈ ബ്രാഹ്മണന്റെ അടുക്കളയിലും ഇറച്ചി വേവിക്കുന്ന കാര്യം അവർ പറയുന്നത്? അതിന് തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റും. ഈ സദസ്സിൽ അത് കൊടുക്കാൻ സാധ്യമല്ല, മോശമല്ലേ? ഏതായാലും അത്രയും ധാർമ്മികമായ ഒരു വരികള് മഹാഭാരതത്തിന്റെ അവസാനം വരെ കാണാം. ശ്രീരാമൻ ആരെയും ഉപദേശിച്ചിട്ടില്ല, ശ്രീകൃഷ്ണൻ ആരെയും ഉപദേശിക്കാതിരുന്നിട്ടില്ല. ശ്രീകൃഷ്ണന്റെ ജീവിതം മുഴുവൻ ഉപദേശങ്ങളാണ്. ഓരോ തരത്തിലുള്ള ഉപദേശങ്ങളായിരുന്നു നൽകിയത്. ആർക്കെല്ലാം ഉപദേശം നൽകി? ഭീഷ്മന് നൽകി, വിതുരന് നൽകി. സ്വകാര്യമായിട്ട് താഴത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് വിതുരനോട് ഉപദേശിച്ചു. അതുപോലെ തന്നെ എത്ര പേരെയാണ് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചിരിക്കുന്നത്? ശ്രീകൃഷ്ണൻ കംസവധത്തിന് ശേഷം ആക്ഷൻ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒന്നും ശ്രീകൃഷ്ണൻ ചെയ്തിട്ടില്ല. ദൂതിന് പോവുക, മെസഞ്ചറായിട്ട് പോവുക എന്നുള്ളത് മാത്രം. മെസഞ്ചറായി പോയപ്പോൾ പോലും ധൃതരാഷ്ട്രരോട് ഒരു രാജാവിന്റെ ധാർമ്മിക കാര്യങ്ങളാ പറഞ്ഞത്. ഇതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ധാർമ്മിക മൂല്യങ്ങള് ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പഠിപ്പിച്ചു തരണമെന്ന് ധർമ്മപുത്രന് ശ്രീകൃഷ്ണനോട് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ഞാനല്ല യോഗ്യൻ. സ്വയം ആചരതി ചൈവ. ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ സ്വയം ആചരിച്ചതാരാണോ അദ്ദേഹം ഗംഗാതീരത്തില് കണ്ടപ്പ് ബെഡിൽ കിടക്കുന്നുണ്ട്, ശരശയ്യയില്. അവിടെ ചെന്ന് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു തരുന്നതാണ് ഭീഷ്മോപദേശം. എന്നെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഭാരതീയ ധാർമ്മിക മൂല്യങ്ങൾ എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവര് NBS പബ്ലിഷ് ചെയ്ത കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ മഹാഭാരതത്തിലെ 7ാമത്തെ വോളിയത്തിലെ ഭീഷ്മോപദേശം 185 പേജ് ഒന്ന് വായിച്ചു നോക്കുക. ഈ രാഷ്ട്രം 10,000 വർഷം ചൈതന്യവത്തായി നിലനിൽക്കാനുള്ള കാരണം ഭീഷ്മോപദേശത്തിലുണ്ട്. സർവ്വതും വെജിറ്റേറിയൻ ഫുഡ് മുതൽക്ക് സർവ്വ കാര്യങ്ങൾ കൊളസ്ട്രോൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലെന്ന് മാത്രം. ബാക്കിയെല്ലാം ഭീഷ്മോപദേശത്തിലൂടെ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾ എവിടെയെല്ലാമാണോ ധർമ്മത്തെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് അത് ശ്രീകൃഷ്ണനെ പോലെ വേറെ ആരും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഹസ്തിനപുരത്തിലേക്ക് കയറാൻ പോകുന്ന പട്ടണപ്രവേശത്തിന്റെ വാതിക്കൽ നിൽക്കുന്ന പാണ്ഡവര് കുതിരപ്പുറത്തും അതുമാതിരി രഥത്തിലും മുമ്പോട്ട് പോകുമ്പോൾ ഒരു ചാർവാക ബ്രാഹ്മണൻ മുമ്പിലേക്ക് വന്നു. ഇന്നും അന്നത്തെ പോലെ അപശകുനികളുണ്ട്, ഇന്നത്തെ പോലെ അന്നും അപശകുനികളുണ്ട്. അന്നൊരു അപശകുനി വന്നു
വന്നു. നല്ല പാർട്ടിയാ, നല്ല ഇന്റലിജന്റ് പാർട്ടിയാ, ഇന്നത്തെ മാതിരിയൊന്നുമല്ല. ആ പാർട്ടി തോർത്ത ഉടുത്തുകൊണ്ട് വന്ന് ഈ പാണ്ഡവരുടെ രഥത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈ ചൂണ്ടി ധർമ്മപുത്രരോട് ഒരു ചോദ്യം: തനിക്ക് ധർമ്മപുത്രൻ എന്ന് പേരിട്ടത് ആരാ? ചങ്കുറ്റത്തോടുകൂടി ഇന്നാരെങ്കിലും ചോദിക്കോ? ഇന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാവില്ല, ഈ തലയുടെ താഴെ ശരീരം ഉണ്ടാവില്ല. ഈ രീതിയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ കുഴപ്പം? ആചാര്യനെ കൊന്ന നീ ധർമ്മപുത്രരാണോ? കള്ളത്തരം ചെയ്ത് കർണനെ കൊന്ന നീ ധർമ്മപുത്രരാണോ? ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് ഭീഷ്മരെ കൊന്ന നീ ധർമ്മപുത്രരാണോ? നുണ പറഞ്ഞ് ദ്രോണാചാര്യരെ കൊന്ന നീ ധർമ്മപുത്രരാണോ? നിനക്ക് ധർമ്മപുത്രൻ എന്ന് പേരിട്ടത് ആരാ? ആദ്യത്തെ ഷോക്ക് ഇടിവെട്ട്. ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല, അതൊക്കെ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. അന്നത് ഏൽക്കാൻ പറ്റില്ല. അതിനുശേഷം ഓരോന്നും ചാർവാക സംവാദമാണ്.